ഇറക്കുമതി തീരുവ കൂട്ടി ഇന്ത്യക്കാരോട് പ്രതികാരത്തിനിറങ്ങിയ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കാർക്കെതിരെ അടുത്ത പ്രതികാര നടപടിയുമായി രംഗത്തെത്തുകയാണ്. ഇന്ത്യക്കാർക്ക് ഏറെ ഗുണപ്രദമായിരുന്ന H-1B വിസ നിർത്തലാക്കാനുള്ള പുതിയ തീരുമാനമാണ് US നിന്ന് ഇന്ത്യക്കാർക്ക് വെല്ലുവിളിയായി എത്തുന്നത്. ഇന്ത്യക്കാർക്ക് കടുത്ത തിരിച്ചടിയാകുന്നതാണ് കുടിയേറ്റ വിരുദ്ധ നീക്കം. ഏറെ ഇന്ത്യക്കാരും അമേരിക്കയിലേക്ക് ജോലി ആവശ്യാർത്ഥം കുടിയേറിയിരുന്നത് H-1B വിസയും ഗ്രീൻ കാർഡ് സംവിധാനത്തിലൂടെയുമായിരുന്നു. എന്നാൽ ഈ സംവിധാനം പരിഷ്കരിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്നത്. US കൊമേഴ്സ് സെക്രട്ടറി ഹാവർഡ് ലട്നിക്കാണ് പുതിയ നീക്കം സംബന്ധിച്ച സൂചന നൽകിയത്. ഇതോടെ നിലവിലുള്ള ഇമിഗ്രേഷൻ സംവിധാനത്തിൽ മാറ്റം വരുമെന്ന് ഉറപ്പായി. ഗ്രീൻ കാർഡ് സംവിധാനം ഉപേക്ഷിച്ച് പകരം ഗോൾഡ് കാർഡ് സംവിധാനം കൊണ്ടുവരാനാണ് നീക്കം. ഗോൾഡൻ കാർഡ് എന്നതുകൊണ്ട് നിക്ഷേപം കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൂടി ട്രംപ് സർക്കാരിനുണ്ട്. അതായത് അമേരിക്കയിൽ $50 ലക്ഷം നിക്ഷേപിക്കാൻ കഴിവുള്ള വിദേശികൾക്കാണ് ഗോൾഡൻ വിസ അല്ലെങ്കിൽ ഗോൾഡൻ കാർഡ് നൽകുക. ഇവർക്ക് സ്ഥിരം വിസയായിരിക്കും നൽകുക. ഇത്തരത്തിൽ $5 മില്യൺ വരെ നിക്ഷേപിക്കാൻ കഴിവുള്ള 2.5 ലക്ഷത്തോളം ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഹാവർഡ് ലട്നിക്ക് പറയുന്നത്. ഇതുവഴി അമേരിക്കയിൽ കൂടുതൽ നിക്ഷേപം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് $1.25 ലക്ഷം കോടി ഇത്തരത്തിൽ അമേരിക്കയിൽ നിക്ഷേപമായി സമാഹരിക്കാൻ സാധിക്കുമെന്ന്. ഇത്തരം നിക്ഷേപം നടത്തുന്നവർക്ക് ഭാവിയിൽ അമേരിക്കൻ പൗരത്വത്തിനും സാധ്യതയുണ്ട്. ഗോൾഡൻ കാർഡ് വഴി ഉയർന്ന വരുമാനമുള്ള അപേക്ഷകർക്ക് മാത്രം കുടിയേറ്റത്തിന് മുൻഗണന നൽകുകയും യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള തൊഴിലാളികളുടെ പ്രവേശനം ഉറപ്പാക്കുകയുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. നിരവധി ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനം കൂടിയാണ് ഇത്. ഇന്ത്യയിൽ നിന്നടക്കം കൂടുതൽ ആളുകൾ തൊഴിൽ തേടി അമേരിക്കയിലെത്തുന്നത് H-1B വിസയും ഗ്രീൻ കാർഡും ഉപയോഗിച്ചാണ്. ഈ തൊഴിൽ വിസ അടിസ്ഥാനമാക്കി അമേരിക്കയിലെത്തി മികച്ച ജീവിതമാർഗം ഉണ്ടാക്കിയ നിരവധി ഇന്ത്യക്കാരുണ്ട്. H-1B വിസയും ഗ്രീൻ കാർഡും കൂടുതലായി ഉപയോഗപ്പെടുത്തിയിരുന്നതും ഇന്ത്യക്കാരും ചൈനക്കാരുമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ തൊഴിൽ തേടിയെത്തുന്ന ഇന്ത്യൻ യുവാക്കളുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കുന്നതാണ് ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയം. അമേരിക്കൻ ജോലികളിൽ നിന്ന് ഇന്ത്യക്കാരെ വിലക്കുകയാണ് ലക്ഷ്യം. അമേരിക്കയിലെ ജോലികളിൽ വിദേശികളെ നിറയ്ക്കാൻ അനുവദിക്കുന്ന തട്ടിപ്പാണ് H-1B വിസയെന്നും അമേരിക്കക്കാർക്ക് നിയമനങ്ങളിൽ മുൻഗണന നൽകണമെന്നും പറഞ്ഞ ലട്നിക്ക് പിന്നീട് പറഞ്ഞ മറ്റൊരു കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. ക്വാളിറ്റിയുള്ള ആളുകളെ മാത്രം US ക്ഷണിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ലട്നിക്കിന്റെ വാദം. ശരാശരി അമേരിക്കക്കാർ $75,000 ഒരു വർഷം സമ്പാദിക്കുന്നത്. എന്നാൽ ഗ്രീൻ കാർഡ് ഹോൾഡർമാർ ശരാശരി സമ്പാദിക്കുന്നത് പ്രതിവർഷം $66,000. പിന്നെന്തിന് വിദേശികളെ തിരഞ്ഞെടുക്കണമെന്നാണ് ലട്നിക്കിന്റെ ചോദ്യം. നിലവിലുള്ള ലോട്ടറി സംവിധാനം നിർത്തലാക്കി കൂടുതൽ ഉയർന്ന വേതനാധിഷ്ഠിതമായ H-1B വിസ സംവിധാനം നടപ്പിലാക്കാൻ താൻ നേരിട്ടിടപെടുന്നുണ്ട് എന്നുകൂടി ലട്നിക്ക് പറഞ്ഞു. സാങ്കേതിക മേഖലയിലും മറ്റ് സ്പെഷ്യലൈസ്ഡ് ജോലികളിലും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഈ മാറ്റം വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. നേരത്തെ H-1B വിസകൾക്കായി വർഷം തോറും നടത്തുന്ന നറുക്കെടുപ്പിൽ എല്ലാ അപേക്ഷകർക്കും തുല്യ പരിഗണന ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശമനുസരിച്ച് തൊഴിലുടമകൾ വാഗ്ദാനം ചെയ്യുന്ന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി മുതൽ അപേക്ഷകരെ പരിഗണിക്കുക. നിലവിലെ നറുക്കെടുപ്പ് സമ്പ്രദായത്തിന് പകരം വേതനാടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ തെരഞ്ഞെടുപ്പ് രീതിയാണ് ഇതുവഴി നടപ്പിലാക്കുന്നത്. നിലവിലുള്ള റാൻഡം ലോട്ടറി സമ്പ്രദായം ഇതോടെ അവസാനിക്കും. ഇത് വിസ നേടുന്നതിനുള്ള സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ തൊഴിലുടമകളെ സഹായിക്കുമെന്നാണ് പുതിയ നിയമത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പുതിയ നിയമം നിലവിൽ വന്നാൽ തുടക്കക്കാർക്കും താരതമ്യേന കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്കും H-1B വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടായേക്കും. 4 വ്യത്യസ്ത വേതന തട്ടുകളായി അപേക്ഷകരെ തരംതിരിച്ച് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന അപേക്ഷകർക്ക് മുൻഗണന നൽകും. ഇതുവഴി മികച്ച കഴിവുകളുള്ള ഉയർന്ന ശമ്പളത്തിന് അർഹരായ പ്രൊഫഷണലുകൾക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് ഗോൾഡൻ കാർഡ് അനുകൂലികൾ പറയുന്നു. ഇതോടെ വലിയ ശമ്പളം നൽകാൻ ശേഷിയുള്ള കമ്പനികൾക്ക് കൂടുതൽ വിസകൾ ലഭിക്കും. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ പലർക്കും ഇത് അവരുടെ റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങൾ മാറ്റി എഴുതാനും കാരണമായേക്കുമെന്ന് വിലയിരുത്തലുണ്ട്. മുൻപ് ജോ ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന മാറ്റമനുസരിച്ച് H-1B വിസ ചട്ടങ്ങളിൽ ഇളവ് വന്നിരുന്നു. അമേരിക്കൻ കമ്പനികൾക്ക് വിദഗ്ധ തൊഴിലാളികളെ എളുപ്പം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ മാറ്റം ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ ഗുണം ചെയ്തിരുന്നു. ബൈഡൻ നടപ്പാക്കിയ ഇളവ് സ്റ്റുഡന്റ് വിസയിൽ നിന്ന് തൊഴിൽ വിസയിലേക്കുള്ള മാറ്റം ഉൾപ്പെടെ എളുപ്പമാക്കുകയും ചെയ്തു. പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ നിശ്ചിത കാലം ജോലി ചെയ്യുന്നതിനുള്ള അനുമതിയാണ് H-1B വിസ അനുവദിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഇത് നിർത്തലാക്കുന്നതോടെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ തോതിൽ അവസരം നഷ്ടപ്പെടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു.